അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഈന്തപ്പഴം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഈ ഈന്തപ്പഴം കൊണ്ടൊരു അച്ചാറാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് അധികം നന്നായിട്ട് ഒരുമാതിരി പഴുത്തു പോകാത്ത ഈത്തപ്പഴമാണ്. ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊരു ഇച്ചിരി കാ പോലൊക്കെ ഇരിക്കുന്ന ഈത്തപ്പഴമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നന്നായി പഴുത്ത് അലുത്ത് പോകുന്ന ഈത്തപ്പഴം നമുക്ക് കഴുകുമ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ അങ്ങ് ഇതായിപ്പോവും. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെ അല്ലാത്ത ഈത്തപ്പഴമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈന്തപ്പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഊറ്റി തോർത്ത് എടുക്കുകയാണ്, വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 കട്ട് ചെയ്ത്, ഒരു ഈന്തപ്പഴം ഒരു 4 3 2 ഒക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് അങ്ങ് പഴുത്തു പോയിട്ടുള്ള ഈന്തപ്പഴം അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അച്ചാറിൻ്റെ രീതിയും വേറെ രീതിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുവും ഉലുവയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴം ഒരു 2-2.5 കിലോയോളം ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ എല്ലാ ചേരുവയും ചേർക്കുന്നത്. അപ്പോൾ കടുക് 1 ടേബിൾ സ്പൂണ്, ഉലുവ ഒരു 3/4 ടേബിൾ സ്പൂണ്, പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, പേസ്റ്റല്ല ചതച്ചത്, അതുകൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി മൂത്ത് കിട്ടണം. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ബിരിയാണിയും മന്തിയും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഈന്തപ്പഴ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ റൈസിൻ്റെ കൂടെ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഒരു അല്പം ഈന്തപ്പഴ അച്ചാർ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത്തിരി കൂടുതലൊക്കെ ചെയ്ത് വെച്ചാലും കുറച്ചൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് കുറച്ച് വെളിയിൽ വെക്കാം. അങ്ങനെ ആ ഉദ്ദേശത്തോടെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എരിവുള്ളതാണെങ്കിൽ നമുക്കൊരു 4-5 എണ്ണം മതിയാവും. ഇനി അതും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്തെടുക്കുന്നത്. പച്ചമുളകൊക്കെ ഒരുവിധം ആയിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴ അച്ചാറിനകത്ത് പുളി ചേർക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ ഈന്തപ്പഴം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ അത് പിഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് അതിൻ്റെ നീര് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് പുളിയല്ല ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ പുളി എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ മൂത്ത് വന്നപ്പം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിനകത്ത് ഇട്ടുകൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഒരു 100 ഗ്രാമോളം നമ്മൾ ചേർക്കുന്നുണ്ട്, കാരണം 2-2.5 കിലോ ഈന്തപ്പഴം ഉള്ളതുകൊണ്ട്. അങ്ങനെ അതെല്ലാം കൂടി നമുക്ക് ഒന്ന് അപ്പോഴത്തേക്ക് തീയൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമ്മൾ എന്നിട്ട് ഈ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ആ ചട്ടിയുടെ ചൂടിൽ നന്നായിട്ട് ആ ചെറിയ തീ കിടന്ന് അതൊന്ന് മൂക്കുന്ന ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർത്തില്ലെങ്കിൽ ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് ഇത് വെളിയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ പൂത്തുപോകും. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർക്കുന്നത്. ഒരിച്ചിരിയൊക്കെ കുറച്ചൊക്കെ ഉള്ളൊരു 1/4 കിലോയ്ക്കോ 1/2 കിലോയ്ക്കോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുളി ചേർത്താൽ മതി. വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അത് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തിപ്പോൾ വിനാഗിരിയാണ് 1 കപ്പ് വിനാഗിരിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴത്തിന് ആവശ്യമായിട്ടുള്ള പുളിയും ഇതിന് കിട്ടിയിരിക്കും. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയിലേക്ക്
നമ്മൾ ആ ഈന്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ഞാനൊരു വലിയ ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയ ശേഷമാണ് ബാക്കി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. അത് മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ അതും മധുരവും ഉപ്പും എല്ലാം ബാലൻസ് നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തടിത്തവി കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തടിത്തവി ഉണ്ടാകുമ്പോൾ നന്നായിട്ട് അതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഈ പാനിലായതുകൊണ്ട് നന്നായിട്ട് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറിട്ട ശേഷം പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റിയേക്കണം, അല്ലാതെ പാനിൽ വെച്ചേക്കരുത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ കപ്പോളം വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം അത് ഞാൻ ഈ ഈന്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കായപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറു തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ ഈന്തപ്പഴം ഞാൻ പറഞ്ഞല്ലോ അധികം ഉടഞ്ഞു പോകുന്ന ഈന്തപ്പഴം അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇച്ചിരി നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വെന്ത് കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് ഉടയത്തില്ല. നമ്മൾ ഉടയാതെ തന്നെ നമുക്ക് കടിച്ച് കഴിക്കത്തക്ക രീതിയിലാണ് ഈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഇരിക്കുന്നത്. അങ്ങനെ സ്വാദിഷ്ടമായ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈന്തപ്പഴ അച്ചാറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് നന്നായിട്ടത് തിളച്ച് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അതിനുശേഷം നന്നായിട്ട് തണുത്ത ശേഷം അപ്പോഴ് തന്നെ നമ്മളിത് ഈ പാനിൽ നിന്ന് മാറ്റിയേക്കണം. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ബക്രീദ് പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പം ഈന്തപ്പഴ അച്ചാർ എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിൽ കാണും. അപ്പം ഇനി ഉണ്ടാക്കുന്നവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.